പണ്ട് പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ അപ്പു എന്നു പേരുള്ള ഒരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു. പാവം, അപ്പുവിന് കൂട്ടുകാരായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഒരേ ഒരു കൂട്ട് ആ ഗ്രാമത്തിലെ അമ്പലത്തിലുള്ള സാക്ഷാൽ ഉണ്ണിക്കണ്ണനായിരുന്നു. ദിവസവും രാവിലെ അപ്പു കാട്ടിൽ പോയി ഏറ്റവും നല്ല പൂക്കൾ പറിച്ച് കണ്ണന് കൊണ്ടുകൊടുക്കും. അവന് തൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളുമെല്ലാം കണ്ണനോട് പറയണം. കണ്ണനെ നോക്കി പാട്ടുപാടണം. അതായിരുന്നു അവൻ്റെ ലോകം. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്പു പതിവ് പോലെ പൂക്കളുമായി അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും വലിയ വിഷമത്തിൽ നിൽക്കുകയാണ്. എന്താണെന്നറിയാമോ? അമ്പലത്തിലെ തിരുമേനി വളരെ സങ്കടത്തോടെ പറയുകയാണ്, കണ്ണൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്വർണ്ണ ഓടക്കുഴൽ കാണാനില്ല, അതാരോ മോഷ്ടിച്ചിരിക്കുന്നു. ഇത് കേട്ടതും അപ്പുവിൻ്റെ കുഞ്ഞു മനസ്സ് തകർന്നുപോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കണ്ണന് ആ സ്വർണ്ണ ഓടക്കുഴലില്ലാതെ ഇനി എങ്ങനെ പാട്ടുപാടാൻ കഴിയും? അവൻ വിതുമ്പി. അവന് പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. അവൻ നേരെ കാട്ടിലേക്ക് ഓടി. അവിടെ നിന്നും നല്ലൊരു മുളങ്കമ്പ് വെട്ടിയെടുത്തു. അവൻ്റെ പിഞ്ചു കൈകൾ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് അവനൊരു ചെറിയ മുള ഓടക്കുഴൽ ഉണ്ടാക്കി. പിറ്റേന്ന് വെളുപ്പിന് തന്നെ അപ്പു അമ്പലത്തിലെത്തി. ആരും അറിയാതെ അവൻ ആ മുള കൊണ്ടുള്ള ഓടക്കുഴൽ കണ്ണൻ്റെ പാദങ്ങളിൽ വെച്ചു. എന്നിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, കണ്ണാ, നിനക്ക് സ്വർണത്തിൻ്റെ ഓടക്കുഴൽ ഉണ്ടാക്കിത്തരാൻ ഈ അപ്പുവിന് കഴിയില്ല. പക്ഷേ എൻ്റെ സ്നേഹം മുഴുവൻ നിറച്ചാണ് ഞാൻ ഈ ഓടക്കുഴൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ കണ്ണൻ ഇത് വാങ്ങിക്കണം. അന്ന് വൈകുന്നേരം ദീപാരാധനയുടെ സമയമായി. അമ്പലത്തിൽ ഭക്തരെല്ലാം തൊഴുതു നിൽക്കുകയാണ്. പെട്ടെന്ന് വലിയൊരു അത്ഭുതം സംഭവിച്ചു. അമ്പലത്തിലതാ മനോഹരമായ ഒരു ഓടക്കുഴൽ നാദം മുഴങ്ങിക്കേൾക്കുന്നു. എല്ലാവരും അത്ഭുതത്തോടെ ചുറ്റും നോക്കി. ആരും ഓടക്കുഴൽ വായിക്കുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ആ ദിവ്യമായ സംഗീതം വരുന്നത്? അത് സാക്ഷാൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നിന്നായിരുന്നു ഒഴുകി വന്നിരുന്നത്. തിരുമേനി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടതെന്നോ? അപ്പു കൊടുത്ത ആ ചെറിയ മുള ഓടക്കുഴലിലൂടെയാണ് കണ്ണൻ പാട്ടുപാടുന്നത്. ആ വലിയ സ്വർണ്ണ ഓടക്കുഴലിനേക്കാൾ കണ്ണന് പ്രിയപ്പെട്ടത് അപ്പു തൻ്റെ നിറഞ്ഞ സ്നേഹത്തോട് നൽകിയ ആ ചെറിയ ഓടക്കുഴലായിരുന്നു. നമ്മൾ സ്നേഹത്തോടെയും പൂർണ്ണ ഭക്തിയോടെയും എന്ത് നൽകിയാലും അത് എത്ര ചെറുതാണെങ്കിലും ഭഗവാൻ അത് വലിയ സന്തോഷത്തോട് സ്വീകരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു കഥയുമായി കാണാം. നന്ദി.